ഓരോ വർഷാരംഭത്തിലും ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രഹങ്ങളുടെ സ്ഥാനം, അവയുടെ രാശിമാറ്റം, നക്ഷത്രമാറ്റം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്നത്. 2024 അവസാനിച്ച് 2025 ആരംഭിക്കുമ്പോൾ പല രാശിക്കാർക്കും പല സൗഭാഗ്യങ്ങളുമാണ് കാത്തിരിക്കുന്നത്. വേദജ്യോതിഷപ്രകാരം 2024 ഡിസംബർ മാസം അവസാനത്തോടെ വ്യാഴം രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 2025 ഏപ്രിൽ മാസം വരെ വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ തുടരും. അതിനാൽ ചില രാശിക്കാർക്ക് ഈ മാറ്റം വളരെ ഗുണകരമായി ഭവിക്കുന്നു. വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ പല രാശിക്കാർക്കും ശനിദോഷം മാറുന്നതായിരിക്കും. നല്ല സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നതുമായിരിക്കും. ഈ ഭാഗ്യം ലഭിച്ച രാശിക്കാര് ഏതെല്ലാമെന്ന് നോക്കാം. മേടം. രാശിക്കാർക്ക് സമ്പത്ത് വരുന്നതിനുള്ള തടസ്സം ഇല്ലാതാകുന്നതാണ്. പലപ്പോഴായി ജോലി ലഭിക്കാതെ കഷ്ടപ്പെട്ടിരുന്നവർക്ക് സ്ഥിരമായി നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. കൃഷിയിൽ നിന്നും കുടുംബസ്വത്തിൽ നിന്നും വരുമാനം ലഭിക്കുന്നതാണ്. പണം തരാനുണ്ടായിരുന്നവരെല്ലാം പണം തിരികെ നൽകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടും. ദാമ്പത്യത്തിൽ സന്തോഷം കൈവരിക്കാൻ സാധിക്കും. ഇടവം. പ്രണയ സാഫല്യം ഉണ്ടായിരിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും നല്ല സമീപനമായിരിക്കും ഈ രാശിക്കാരോട് ഉണ്ടായിരിക്കുക. സാമ്പത്തിക ലാഭം നൽകുന്ന പല പദ്ധതികളുടെയും ഭാഗമാകാന് ഈ രാശിക്കാർക്ക് സാധിക്കും. സമൂഹത്തിൽ നല്ല പേര് ലഭിക്കുന്നതാണ്. സമാധാനപരമായ ജീവിതം നയിക്കാന് ഈ രാശിക്കാർക്ക് സാധിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഇല്ലാതാകുന്നതാണ്. ചിങ്ങം. ജോലിക്കായി നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പണം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും. നല്ല കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തികപരമായി ഉയർച്ച ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കഴിവിനൊത്ത ബിസിനസ് ചെയ്യും. ഇതിൽ വിജയിക്കാൻ സാധിക്കും. ലാഭം ഉണ്ടാക്കുകയും പുതിയ മേഖലയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും ഇവർക്ക് സാധിക്കും. നല്ല വാഹനം വാങ്ങാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കും. തുലാം. ആഗ്രഹിച്ച ജീവിതം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ. ബിസിനസ്സിൽ നല്ല വളർച്ച ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മക്കളെ വിദേശത്തേക്ക് അയക്കാനും സാധിക്കും.